ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാവുള്ളൂ, അല്ലെങ്കിൽ സേവ് ലേറ്റർ ചെയ്ത് വെച്ചിട്ട് പിന്നീട് കാണുക. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, ക്രിക്കറ്റ് കാര്യമായിട്ട് ഫോളോ ചെയ്യുന്നവരുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ, അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം എടുത്താലും ഫേസ്ബുക്ക് എടുത്താലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ക്രിക്കറ്റിനെ സംബന്ധിച്ച് ആർട്ടിക്കിൾ വായിക്കാൻ കയറി കഴിഞ്ഞാലും മൊത്തവും നമ്മുടെ ഫ്രണ്ട് വരുന്ന IPL സംബന്ധിച്ചുള്ള റൂമറുകളാണ്. അതിൽ 50-50% ചാൻസ് ഉള്ള റൂമറുകളുണ്ട്, അതോടൊപ്പം തന്നെ 90% നടക്കാൻ സാധ്യതയില്ലാത്ത റൂമറുകളുണ്ട്, 90% നടക്കാൻ ചാൻസ് ഉള്ള റൂമറുകളുണ്ട്. പോരാത്തതിന് ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളെ ചിരിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള റൂമറുകളുണ്ട്. എന്തായാലും ശക്തമായ കുറച്ച് റൂമറുകളെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നടക്കാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, റൂമറുകൾ എന്നുള്ള രീതിയിൽ തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് സമയമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വീഡിയോ കാണാവുള്ളൂ എന്ന്. ആക്ച്വലി ആദ്യത്തേന്ന് പറയുന്നത് KL രാഹുലിന്റെ കേസാണ്. KL രാഹുലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലക്നൗ സൂപ്പർ ജയൻസിന് താരത്തിനെ റിലീസ് ചെയ്യാനുള്ള സാധ്യത, അല്ലെങ്കിൽ KL രാഹുൽ സ്വമേധയാ ടീമിൽ നിന്നും പുറത്തു വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറഞ്ഞുള്ള റൂമറുകൾ അതിശക്തം തന്നെയാണ്. ഇതിന് മെയിനായിട്ട് കാരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ ടീം ഓർഡറുമായിട്ടുള്ള ആ ഒരു ചെറിയ സംഘർഷം, വാഗ്വാദമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു ആക്ച്വലി ആ മാച്ച് തോറ്റതിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് KL രാഹുൽ ലക്നൗ വിടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് എന്ന് പറയുന്നുണ്ട്. ഇതിലൊക്കെ ഏറ്റവും വലിയ രസം ഇതിൻ്റെ അത് ചിരിക്കാനുള്ളത്, റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ റഡാറിലുള്ള പ്ലെയറാണ് KL രാഹുൽ എന്നുള്ള രീതിയിലാണ് ന്യൂസുകൾ വരുന്നത്. ആക്ച്വലി KL രാഹുൽ ടു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ, ആ പഴയ രാഹുലിനെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുവരാൻ ബാംഗ്ലൂർ ശ്രമിക്കുക, അല്ലെങ്കിൽ ബാംഗ്ലൂർ ഓണർ ശ്രമിക്കുക. കമന്റ് ഡൗൺ ബിലോ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഓഫ് കോഴ്സ് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തൊരു കാര്യമായിരുന്നു സഞ്ജു സാംസൺ. രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ IPL സീസൺ തീരുന്നതോടുകൂടി തന്നെ സഞ്ജു സാംസനെ പുറത്താക്കും അല്ലെങ്കിൽ റിലീസ് ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് കഴിഞ്ഞ ദിവസത്തെ ആ ഒരു ഇൻസ്റ്റാഗ്രാം റീലും കൂടെ ആയപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഒരു ന്യൂസ് കത്തിക്കയറി. അപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ന്യൂസിനെ സംബന്ധിച്ച് റൂമറായിട്ട് വരുന്ന വേറൊരു കാര്യമാണ്, ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് സഞ്ജു സാംസനെ നോട്ടം ഇട്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ. ഒരു ട്രേഡിനുള്ള ശ്രമങ്ങളൊക്കെ സഞ്ജു സാംസന്റെ കേസിൽ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ആക്ച്വലി നമ്മൾ വേറൊരു സൈഡിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു സാധ്യത ഇല്ല എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ MS ധോണി എന്തായാലും ഈ ഒരു വരാൻ പോകുന്ന സീസൺ കളിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. വളരെ ലെസ് പെർസെന്റേജ് ചാൻസ് മാത്രമേ അതിന് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവർക്കൊരു ഫേസ് വേണം. ആക്ച്വലി ഋതുരാജിനെ ഇവർ പുഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു വൈഡ് റേഞ്ചിലേക്കുള്ള ഫാൻസിനെ കളക്ട് ചെയ്യാൻ വേണ്ടി ഋതുരാജിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. സഞ്ജു സാംസൺ എന്ന താരം വരുമ്പോൾ ഓഫ് കോഴ്സ് വി നോ ദാറ്റ് ആ ഒരു സദേൺ പാർട്ടിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലും സഞ്ജു സാംസൺ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. അതായത് കേരളത്തിൽ മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലും സഞ്ജു സാംസൺ നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ഓഫ് കോഴ്സ് ഒരു ടീമിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ഐക്കൺ പ്ലെയർ വേണ്ടത് തന്നെയാണ്. സഞ്ജു സാംസൺ ടീമിലേക്ക് എത്തുന്നതോടുകൂടി തന്നെ ആ ഒരു ഫാൻ പവർ ബൂസ്റ്റ് ചെയ്യാൻ ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് സാധിക്കും. ഓഫ് കോഴ്സ് ധോണി ഉള്ളത്രം ഉണ്ടാക്കിയത്ര ഇല്ല എങ്കിലും ആ ഉള്ള ആൾക്കാരെ നിലനിർത്താനും പോരാത്തതിന് കുറച്ച് ന്യൂ ഫാൻസിനെ ആഡ് ഓൺ ചെയ്യാനും ഈ ഒരു വരവ് സഹായിക്കും. അതുകൊണ്ട് തന്നെ ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ തയ്യാറാവാനുള്ള, അതായത് സഞ്ജുവിനെ ഇങ്ങോട്ട് വലിക്കാനുള്ള സാധ്യതകൾക്ക് താക്കോൽ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഋഷഭ് പന്ത് ഡൽഹി വിടാനുള്ള സാധ്യതകൾ കൂടുതലാണെന്ന് പറഞ്ഞു കേൾക്കുന്നതായിരുന്നു. അതിൽ പോണ്ടിങ് ടീം വിട്ടതാണ്. കാരണം പോണ്ടിങ്ങുമായിട്ടുള്ള ബോണ്ട് ഭയങ്കരധികം കൂടുതലായിരുന്നു. അതുകൊണ്ട് പോണ്ടിങ് ടീം വിട്ടതാണ് ഋഷഭ് പന്ത് ടീം വിടാനുള്ള കാരണമെന്ന് ആണ് പറഞ്ഞു കേൾക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഋഷഭ് പന്ത് ഡൽഹി വിട്ടു കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ഡൽഹിയിലേക്ക് ഭരിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് MS ധോണിയുടെ കാര്യം തന്നെയാണ്. MS ധോണി ഈ വരാൻ പോകുന്ന സീസൺ കളിക്കില്ല എന്നും പകരക്കാരനായിട്ട് സഞ്ജു സാംസൺ സംഭവം, അതാണ് മെയിനായിട്ട് വേറൊരു കാര്യം പറഞ്ഞു കേൾക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് രോഹിത് ശർമ്മ. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിന് നടന്ന അവസ്ഥകൾ എല്ലാവരും കണ്ടറിഞ്ഞിട്ടുള്ളതാണ്. റിയാലിറ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നതും കണ്ടിട്ടുള്ളതാണ്. എന്തായാലും രോഹിത് ശർമ്മ വരാൻ പോകുന്ന സീസണിൽ മുംബൈക്കൊപ്പം ഉണ്ടാവാനുള്ള സാധ്യതകൾ 99% കുറവാണ് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകൾ പടർന്നു പിടിക്കുന്നുണ്ട്. ആക്ച്വലി ഫാൻസിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിവെക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ന്യൂസുകളാണ്. അങ്ങനെയുള്ള സാഹചര്യമായിരുന്നു കഴിഞ്ഞ സീസണിൽ മുംബൈ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതിൽ വേറൊരു പ്രധാന പങ്ക് വഹിച്ചത് ഓഫ് കോഴ്സ് ഫാൻസിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫാൻസ് കൊടുത്തിരുന്ന പ്രഷറും ഇവർക്ക് നല്ല രീതിയിൽ വലിയൊരു തലവേദന ആയിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻസി ചേഞ്ചിന്റെ സമയത്ത് അവിടെ രോഹിത് ശർമ്മയെ മാറ്റി ഹർദിക് പാണ്ഡ്യ ആയ സമയത്ത് ഹർദിക് പാണ്ഡ്യക്കെതിരെ ഭയങ്കര രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫാൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കൺവേർട്ട് ചെയ്ത് തിരിച്ച് മുംബൈക്ക് നല്ല തിരിച്ചടിയുമായി. കാരണം ഓഫ് കോഴ്സ് ഫാൻസിന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള പ്രഷറുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ടീമിന്റെ ഗെയിമിനെ ബാധിക്കും. അതിന് ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ സീസണിൽ മുംബൈക്ക് സംഭവിച്ച ആ ഒരു ഡൗൺഫാൾ എന്ന് പറയുന്നത്. അപ്പോൾ രോഹിത് ശർമ്മ ടീം വിട്ട് പകരം പഞ്ചാബിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ശ്രേയസ് അയ്യരുടെ കേസാണ്. ഇത് എങ്ങനെ വന്ന റൂമറാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ശ്രേയസ് അയ്യർ കൊൽക്കത്ത വിടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്കറിയില്ല ഇങ്ങനൊരു സാധ്യത നല്ല ഇങ്ങനൊരു സംഭവം റിയാലിറ്റിയിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. ഇത് എങ്ങനെ വന്ന റൂമറാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ അങ്ങനെ റൂമർ വന്നതുകൊണ്ട് മാത്രം പറഞ്ഞാണ്. ശ്രേയസ് അയ്യർ കൊൽക്കത്ത വിടാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണെന്നാണ് ഇപ്പോൾ പറയുന്ന റൂമറുകൾ പറയുന്നത്. എന്തായാലും ഇതിൽ നടക്കാൻ സാധ്യത ഉള്ളതും നടക്കാൻ സാധ്യത ഇല്ലാത്തതും നിങ്ങൾ കമന്റ് ഡൗൺ വരും. അതോടൊപ്പം തന്നെ നിങ്ങളെ ചിരിപ്പിച്ച എന്തെങ്കിലും റൂമറുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അതും കൂടി പറയാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ആരുടെയും സമയം കളഞ്ഞില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ
നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തി. ഇറ്റ്സ് മീ ഗോകുല സൈനിങ് ഔട്ട്. ബൈ ബൈ ഗൈസ്.